ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡൗട്ടുകൾക്കുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ. അത് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലിക്കായി, നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കമൻറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ഒരു കമൻറ്റ് കേന്ദ്രീകരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏതായാലും കുറച്ച് കമൻറ്റുകൾ മാത്രമേ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ എഴുതിയൊന്ന് ഞാൻ വായിക്കാം. ഫസ്റ്റ് എനിക്ക് ചോദിച്ചിട്ടുള്ളത്, TTR വരുമ്പോൾ ഫോൺ കാണിച്ചാൽ മതിയോ അതോ പ്രിൻ്റ് എടുക്കണോ ടിക്കറ്റിൻ്റേത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനകത്ത് പറയാനുള്ളത്, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആയി ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ IDക്ക് അത് PDF ആയിട്ട് വരും. അത് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ടിക്കറ്റ് കാണിച്ചു തരാം. ട്രെയിന് ഇത് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ടിക്കറ്റായിരുന്നു, 2 പേർക്കുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് TTR വരുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ സീറ്റിൽ മറ്റാരെങ്കിലും ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അവർക്ക് എന്തായാലും നമുക്കിത് കാണിച്ചു കൊടുക്കണമല്ലോ, നമ്മൾ ബുക്ക് ചെയ്ത സീറ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയും കാണിച്ചു കൊടുക്കാം. മെയിനായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ PNR നമ്പറാണ് ഇതിന് മുഖ്യമുള്ളത്. ഇതുണ്ടോ? അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് കാണിച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ്. പ്രിൻ്റ് എടുക്കണമെന്നില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ബ്രോ, ബുക്കിംഗ് ചെയ്തു പക്ഷേ റെഡി ആയിട്ടില്ല, ക്യാഷ് അക്കൗണ്ടിൽ നിന്നും പോയിട്ടുണ്ട്, ഇനി എന്താണ് ചെയ്യുക? ഈ ഒരു ബുക്കിങ്ങിൻ്റെ ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പാസ്വേഡ് നമ്മുടെ മെയിൽ IDയിലേക്കും നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും വരും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്താലാണ് ഫൈനലായിട്ട് നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ് ആവുകയുള്ളൂ. എന്നാൽ മാത്രമാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. പേയ്മെൻറ്റ് നമ്മൾ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യും, അക്കൗണ്ടിൽ നിന്നും പോവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു പാസ്വേഡ് കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് ബുക്കിംഗ് സക്സസ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തായിട്ട്, മൂവി ബുക്ക് ചെയ്യുമ്പോൾ കാണുന്ന പോലെ ട്രെയിനിലെ സീറ്റ് കാണുമ്പോൾ SL ആണെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് നമ്പർ എവിടെയാണ് കാണുക? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് എന്നുള്ള ഒരു വിഭാഗം എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്, ഉദാഹരണത്തിന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കാം, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്കാം, അത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് ഉണ്ട്, അവിടെ SL 3A, 2A, 1A അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. CC അങ്ങനത്തെ ഏതാണോ വേണ്ടത്. ജനറലിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. സാധാരണഗതിയിൽ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഈ ആൾ എന്നുള്ളതിലെടുത്തിട്ട് ഷോർട്ട് ട്രെയിൻ എന്നടിക്കുക. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ എനിക്ക് 25-ാം തീയതിയാണ് പോകേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഷോർട്ട് ട്രെയിൻ കൊടുക്കാം. കണ്ടോ, ഈ ഒരു അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പച്ച കളറിലായിട്ട് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതുണ്ടോ, ഇതൊരു ചുവപ്പ് കളറിലല്ലേ കാണിക്കുന്നത്. ഉണ്ട് ഇവിടെ ഒരു DDN KCVL സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നുള്ളതിൽ ഈ ഒരു റൗണ്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യരുത്. അതിൻ്റെ ആ ട്രെയിനിൽ സീറ്റ് ബുക്ക് ഫുള്ളായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഈ ഒരു അവൈലബിൾ എന്നുള്ള കാണിക്കുന്നത് മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ബുക്ക് ചെയ്യാം, ബുക്ക് ചെയ്താൽ കൺഫേം. പക്ഷേ നമുക്ക് ആ സ്പോട്ടിൽ സീറ്റ് കിട്ടില്ല. ആരെങ്കിലും ബുക്ക് ചെയ്ത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ ഇതിനകത്ത് സീറ്റ് നമുക്ക് കിട്ടും. ഞാനിത് 2 തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഥവാ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് എനിക്കങ്ങനെ 2 തവണ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മളെ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുക. ഇനി 4 ആളുകൾ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ആൾ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഷോർട്ട് ട്രെയിനിൽ നിന്ന് അടിക്കുക. എന്നിട്ട് ഞാനിവിടെ എറണാകുളം എക്സ്പ്രസ് ബുക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തു എറണാകുളം എക്സ്പ്രസ് ഞാൻ ബുക്ക് ചെയ്യാൻ പോയി. എന്നിട്ട് ബുക്ക് ഇതുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷനിലേക്കാണ് എത്തുന്നത്. ഇവിടെ ആഡ് ട്രാവലർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ഇപ്പോൾ എത്ര ആളുകൾ പോരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ പേരിന് കൊടുക്കുകയാണ് അബ്ദുൽ ഷാഹിദ്, എൻ്റെ വയസ്സ് ഒരു 20. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വിൻഡോ സൈഡ് വേണമെങ്കിൽ വിൻഡോ സൈഡ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. മെയിനായിട്ട് വിൻഡോ സൈഡ് കൊടുക്കുക, അതായിരിക്കും നമുക്കൊരു യാത്ര ചെയ്യാനൊക്കെ ഒരു ബെറ്റർ. വിൻഡോ സൈഡ് കൊടുത്തു. ആഡ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് കൊടുക്കുക. ആഡ് ട്രാവലർ ഉണ്ടോ. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എത്ര ആളുകൾ വേണമെങ്കിലും ഈ ആഡ് ട്രാവലർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവരുടെ ഇപ്പോൾ ഈ ആളുകൾക്ക് ഇപ്പോൾ പോരുന്നുണ്ട് വിചാരിക്കുക, വിനയ്, നിസാമ, ഈ ആളുകളൊക്കെ പോരുന്നുണ്ട് വെച്ചാൽ അവരുടെ ടിക്കിൽ കൊടുക്കുക. അവർക്കും വിൻഡോ സൈഡ് വേണമെങ്കിൽ അത് കൊടുക്കുക. അപ്ഡേറ്റ് ഉണ്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര ആളുകൾ വേണമെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഫ്സൽ എന്നുള്ള ഇദ്ദേഹത്തെയും കൊടുത്തു, ഷിബിന്ന് കൊടുത്തു, വിൻഡോ സൈഡ് അപ്ഡേറ്റ് ഉണ്ടോ. അപ്പോൾ ഇത്രയും 1 2 3 4 ഈ 5 പേരാണ് ഇനി പോരുന്നത്. എന്നിട്ട് പ്രൊസീഡ് എന്ന് കൊടുത്താൽ അതനുസരിച്ചിട്ടുള്ള നമ്മളെ ടിക്കറ്റ് ചാർജ് വരും. ഇതിനകത്ത് ഈ 2 ടിക്കും എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പ്രൊസീഡ് എന്ന് കൊടുത്തിട്ട് യെസ് ID എന്ന് കൊടുക്കുക ഉണ്ടോ. ഈ 5 പേർക്ക് കോഴിക്കോടിൽ നിന്നും എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് ചാർജാണ് 494 രൂപ. എന്നിട്ട് പ്രൊസീഡ് ടു പേ എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.